നമ്മളിന്ന് വലിയൊരു പെട്ടി അൺബോക്സ് ചെയ്യാൻ പോവാട്ടാ. എന്ത് പെട്ടിയാന്നല്ലേ? ദാ ഇതന്നെ ഒരു കിൻഡർ ജോയ്ക്കാണോ ഞാൻ ഇത്ര ബിൽഡപ്പ് ഇട്ടെന്നാവും. ഇതങ്ങനെ ചുമ്മാ സാധാ പെട്ടിയൊന്നല്ല, വിത്ത് സർപ്രൈസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുക്കാം അല്ലേ? ഇനി അടുത്ത ആകാംക്ഷ എന്താണ് ആ സർപ്രൈസ് എന്നുള്ളതാ. ചോക്ലേറ്റ് തൽക്കാലം അവിടെ ഇരിക്കട്ടെ, നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം കണ്ടപ്പോ ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു ലവ് ഷേപ്പ് ആണെന്നാ ഞാൻ കരുതിയത്. പിന്നെ അതിൽ നിന്നൊരു ബട്ടർഫ്ലൈയുടെ ചിറകൊക്കെ കിട്ടി. അപ്പൊ മനസ്സിലായി ഇത് ബട്ടർഫ്ലൈ ആയിട്ട് ബന്ധമുള്ള എന്തോ ആണെന്ന്. തിരിച്ചും മറിച്ചൊക്കെ നോക്കിയതിന് ശേഷമാണ് സംഭവം മനസ്സിലായത്. ഒന്നും നോക്കിയില്ല, ബട്ടർഫ്ലൈ എങ്കിൽ ബട്ടർഫ്ലൈ. പക്ഷെ ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ബട്ടർഫ്ലൈ ആവും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ഇത് എന്തിനു ഉപയോഗിക്കുന്നതാന്ന് എനിക്ക് മനസ്സിലായില്ല. സംഭവം ഞാൻ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് വെച്ച് നോക്കി, പക്ഷെ എത്ര ആയിട്ടും ഇങ്ങോട്ട് റെഡി ആണില്ല. സംഭവം കിട്ടി മക്കളെ. ദേ ഈ പിക്ചർ ഞാൻ നോക്കിണ്ടായിരുന്നില്ല. ദേ ആ കൊച്ച് എവിടെ വെച്ചിക്കണെന്ന് കണ്ട. അപ്പം മനസ്സിലായില്ലേ ഇത് എവിടെ വെക്കണതാണെന്ന്. എന്തായാലും ഇതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല, എന്നാ ഉപകാരം ഉള്ളത് നമുക്ക് കഴിച്ചാലോ. എന്തായാലും പൈസ പോയി, ഇനി ഇതിൽ കൂടെങ്കിലും മുതലാക്കാം. ഇതിന്റെ അളവൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലോ.